മുമ്പ് 200 രൂപയ്ക്ക് പുതിയൊരു ഗ്രൂപ്പ് ഈ സ്ഥിതിയുള്ള കുമരകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന സമുച്ചയമാണ് ഈ സൂര്യ 205 കോടി രൂപയ്ക്കാണ് പുതിയൊരു ഗ്രൂപ്പ് ഏറ്റെടുത്തത്. അതിന്റെ ഭാഗമായുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സ്ത്രീ സ്റ്റാഫ് സൗകര്യമുള്ള കുമരകത്തെ ഏറ്റവും പ്രധാന ഹോട്ടൽ സമുച്ചയമാണ്. ഇതിന്റെ കോട്ടേജുകൾ, വില്ലകൾ, റിസോർട്ടുകൾ 18 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഹോട്ടൽ സമുച്ചയമാണ് ഇന്റർനാഷണൽ ഗ്രൂപ്പായ സൂര്യയുടേതായി ഇവിടെയുള്ളത്. ഇതുകൂടാതെ സൂര്യൻ കൂടാതെ കാസിനോ, നവാദ്, താജ് അങ്ങനെ നിരവധിയായ ഇന്റർനാഷണൽ ഗ്രൂപ്പുകളും വില്ലകളും റിസോർട്ടുകളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു തീരമേഖലയുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൂര്യൻ എന്ന ബോർഡൊക്കെ കാണാൻ കഴിയും. ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇന്റർനാഷണൽ ഇവന്റുകളൊക്കെ സംഘടിപ്പിക്കുന്ന VVIPകളൊക്കെ വന്ന് താമസിക്കുന്ന കുമരകത്തെ ഏറ്റവും പ്രധാന ഹോട്ടൽ സമുച്ചയമാണ് ഈ സൂരി. നേരത്തെ പറഞ്ഞ പോലെ കാസിനോ, നവാദ്, താജ് അങ്ങനെ നിരവധി മറ്റ് ഇന്റർനാഷണൽ ഗ്രൂപ്പുകളുടെ വില്ലകളും റിസോർട്ടുകളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു തീരപ്രദേശം. കുമരകം എന്ന് പറയുന്നത് ഒരു സാധാരണ കാർഷിക ഗ്രാമപ്രദേശമായിരുന്നു. ഒരു 30 വർഷം മുമ്പ് വരെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് അതിർത്തിയിലുള്ളത് എന്താണ് കാര്യം കിഴക്കൻ തീരത്തുള്ള ഒരു സാധാരണ പ്രദേശമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുമരകം ലോക ടൂറിസം ഭൂപടത്തിൽ ഇടപിടിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാന ടൂറിസം കേന്ദ്രം. അതിന് നികുതി വരുമാനം, കോടിക്കണക്കിന് രൂപ നികുതി വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു ടൂറിസം പ്ലേസായി കുമരകം മാറിക്കഴിഞ്ഞു. ഇവിടെ ഇത്തരത്തിൽ ടൂറിസം ഡെവലപ്പാകുവാനുണ്ടായ രണ്ട് കാരണങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ക്ഷണിക്കുകയാണ്. 2000 ഡിസംബർ 2000 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി AB വാജ്പേയി തന്റെ 10 ദിവസത്തെ അവധിക്കാലം ചെലവഴിക്കുന്നതിനായി ആയുർവേദ ചികിത്സയ്ക്കുമായി കുമരകം തെരഞ്ഞെടുത്ത് കുമരകത്തേക്ക് എത്തുന്നതോടുകൂടിയാണ് കുമരകം ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന അല്ലെങ്കിൽ അന്തർദേശീയ